തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളും തെറ്റുകളും ഏറ്റുപറഞ്ഞ CPM മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറഞ്ഞപ്പോൾ എതിർക്കാതിരുന്നത് തെറ്റായിപ്പോയി. ആഗോള അയ്യപ്പ സംഗമത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കരുതായിരുന്നു. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച പറ്റിയതെന്നടക്കമുള്ള സ്വയം വിമർശനങ്ങളാണ് CPM തുറന്നു സമ്മതിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാകുമ്പോൾ കണക്കുകൾ നിരത്തി ന്യായീകരിക്കുന്ന പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം. കീഴ്ഘടകങ്ങളിലുണ്ടായ വിമർശനങ്ങൾ പാർട്ടി ഏറ്റുപറയുന്നുണ്ട്. തെറ്റുകൾ സംബന്ധിച്ചുവെന്ന് സ്വയം സമ്മതിക്കുന്നുമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ശക്തമായി പ്രതിരോധിച്ചില്ല എന്ന ഒരു പൊതു അവബോധം പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സംശയത്തെ ദൂരീകരിക്കുന്ന തരത്തിൽ ശക്തിയായ ഇടപെടൽ നടത്തുന്നതിൽ പോരായ്മ സംഭവിച്ചു എന്ന് ഞങ്ങൾ സ്വയം വിമർശനമായിട്ട് കാണുകയാണ്. യോഗി ആദിത്യനാഥിന്റെ ആ സന്ദേശം അവിടെ വായിച്ചു എന്നത് ശരിയായിരുന്നില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. സംഘടനാ തലത്തിലടക്കം വീഴ്ചയുണ്ടായി. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പോരായ്മയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്വയം വിമർശനവുമായിട്ട് തന്നെ കാണുക. സംഘടനാപരമായി വന്നു ചേരുന്ന ദൗർബല്യങ്ങൾ ഇത്തരം പ്രചരണങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് തടസ്സമായി എന്നുള്ള സംഘടനാപരമായ പ്രശ്നവും ഞങ്ങൾ കാണുകയുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനം നന്നായിരുന്നെങ്കിലും ചില മേഖലകളിൽ ഇടപെടുന്നതിന് കഴിഞ്ഞില്ല. അതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. നിർമ്മാണ മേഖലയുൾപ്പെടെയുള്ള പരമ്പരാഗത മേഖലയിൽ ജനങ്ങളുടെ ചില പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാനായിട്ടില്ല എന്ന പ്രശ്നം താഴെ ചർച്ച ചെയ്യുമ്പോൾ ശക്തിയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. തെറ്റുതിരുത്തൽ പ്രക്രിയ നടത്താൻ വേണ്ടിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നതെങ്കിലും നേതൃമാറ്റവും പിണറായിക്കും ഗോവിന്ദനുമെതിരായ വിമർശനങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഒടുവിൽ സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനമുയർന്നതോടെ എല്ലാം ഉൾപ്പെടുത്തി കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാമെന്ന് സംസ്ഥാന സെക്രട്ടറി ഉറപ്പും നൽകി. മീഡിയ 1 തിരുവനന്തപുരം. ഒടുവിൽ വെള്ളാപ്പള്ളി നടേശനെ തള്ളി CPM. വെള്ളാപ്പള്ളിയുമായുള്ള അതിരുവിട്ട ബന്ധം തെരഞ്ഞെടുപ്പ് തോൽവിയിലെ പ്രധാന ഘടകമായെന്നും താഴെത്തട്ട് മുതലുള്ള കടുത്ത വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് CPMന്റെ നിലപാട് മാറ്റം. CPM സംസ്ഥാന നേതൃയോഗമാണ് വെള്ളാപ്പള്ളി വിഷയത്തിൽ തെറ്റുതിരുത്താൻ തീരുമാനിച്ചത്. പിന്നാലെയാണ് വെള്ളാപ്പള്ളിയെയും വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ നിലപാടുകളെയും പരസ്യമായി തള്ളിപ്പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജനും രംഗത്തെത്തിയത്. ഒടുവിൽ CPM ആ തെറ്റും തിരുത്തി. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസ്താവനകളും നിലപാടുകളും പരസ്യമായി തള്ളിപ്പറയാതിരുന്നത് തെറ്റായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത CPM സംസ്ഥാന നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് തുടർച്ചയായി വർഗീയ പരാമർശങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളിയുമായുള്ള ചങ്ങാത്തം തുടരുകയായിരുന്നു ഇതുവരെ CPM. വിവാദങ്ങൾ പലതുണ്ടായപ്പോഴും LDF സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തും വെള്ളാപ്പള്ളി തുടർന്നു. ആക്ഷേപങ്ങളെയെല്ലാം CPM ന്യായീകരണം കൊണ്ട് പ്രതിരോധിച്ചു. ഒടുവിൽ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയ നടപടിയിലും തെറ്റില്ലെന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും CPM നേതാക്കളും സ്വീകരിച്ചത്. എന്നാൽ LDFന് ഭരണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടിയോടും നേതാക്കളോടുമുള്ള നിലപാടിൽ വെള്ളാപ്പള്ളി മയം വരുത്തി. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ബ്രാഞ്ച് തലം മുതൽ CPM വിളിച്ചു ചേർത്ത യോഗങ്ങളിലെല്ലാം വെള്ളാപ്പള്ളി വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. 2 ദിവസമായി നടന്നുവന്ന സംസ്ഥാന നേതൃയോഗത്തിലും വിഷയം സജീവ ചർച്ചയായി. ഇതോടെയാണ് വെള്ളാപ്പള്ളിയോടുള്ള നിലപാടിലും CPM തെറ്റുതിരുത്തലിലേക്ക് കടന്നത്. നടേശൻ 2 തോണിയിൽ കാലുവെക്കുന്ന ആളെന്നും ശ്രീനാരായണീയ ദർശനങ്ങൾക്ക് എതിരാണ് വെള്ളാപ്പള്ളിയുടെ നിലപാടുകളെന്നും ആദ്യം പ്രതികരിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ. ആ നടേശൻ ചെയ്യുന്ന ഒരു കൃത്യം നമ്മൾ ചരിത്രത്തിലൂടെ നോക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം 2 തോണിയിൽ കാല് വെച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ ബഹുമുഖ വേഷം അത് കേരളീയ സമൂഹം തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നാലെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളെ പ്രതിരോധിക്കുന്നതിൽ തെറ്റുപറ്റിയെന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ സ്വയം വിമർശനം. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ദൂരീകരിക്കുന്ന തരത്തിൽ ശക്തിയായ ഇടപെടൽ നടത്തുന്നതിൽ പോരായ്മ സംഭവിച്ചു എന്ന് ഞങ്ങൾ സ്വയം വിമർശനമായിട്ട് കാണുകയാണ്. തുടർച്ചയായി വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചു പോന്ന പിണറായി വിജയന്റെ നിലപാടുകൾക്ക് മേലുള്ള തിരുത്തൽ കൂടിയാണ് CPM സംസ്ഥാന നേതൃയോഗത്തിന്റെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.